ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശുഹാന. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മളിപ്പോൾ വായിച്ച ഭാഗം തന്നെയാണ്. 1-ാം അധ്യായം 18 മുതൽ ഉള്ള വാക്യങ്ങളാണ്. ഈ കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി 25-ാം വാക്യം അവിടെ ഒഴിവാക്കിയിട്ടുമുണ്ട്. 24 വരെ വായിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്ത വിഷയമുണ്ടല്ലോ, അത് ചർച്ചയ്ക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ആ അധ്യായം തീരുന്നത് 25-ാം വാക്യം കൊണ്ടാണെങ്കിലും വായിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് 24-ാം വാക്യം വരെയേ ഉള്ളൂ. 25 വായിച്ചതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മളിപ്രാവശ്യം വായിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് സമ്പൂർണ്ണ ബൈബിളിൽ നിന്ന് വായിക്കാനാണല്ലോ പറഞ്ഞിരിക്കുന്നത്, കാരണം ഡിക്ഷണറി ഇല്ലാത്തത്. അപ്പോൾ അവിടെ നമ്മൾ ആ കാര്യം പറഞ്ഞു കഴിഞ്ഞതുകൊണ്ട് അത് അറിയാത്ത കാര്യങ്ങൾ മാത്രമേ അവിടെ പറയേണ്ടതുള്ളൂ. പക്ഷേ അതിലേക്ക് വരുന്നതിന് മുമ്പ് പഴയ നിയമ വായനകളെക്കുറിച്ചൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ളതാണ് ആദ്യത്തെ വായന. പുറപ്പാട് 34, 1 മുതൽ 9 വരെ. അവിടെ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നതാണ് അവിടുത്തെ രംഗം. നീണ്ട പ്രോസസ്സ് ആയിരുന്നല്ലോ ഉടമ്പടി. സീനാ ഉടമ്പടി എന്ന് പറയുന്നത് 12-ാം അധ്യായം മുതൽ നടന്ന കാര്യമാണ്. അപ്പോൾ അവിടെ പോയി ദൈവം കൽപ്പനയൊക്കെ ആദ്യം കൊടുത്തു. പുറപ്പാട് പുസ്തകം തന്നെ 20-ാം അധ്യായത്തിൽ നമ്മൾ അതിൻ്റെ ആദ്യ കൽപ്പനകളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴേക്കും ഇവിടെ കാളക്കുട്ടിയെയും കൊണ്ട് തുള്ളുകായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പന്നി അരിശത്തിന് പുള്ളി ഈ ഫലകം വെച്ച് കാളക്കുട്ടിയെ തകർത്തു. അപ്പോൾ ആ ഫലകം തകർന്നു പോയി. അപ്പോൾ വീണ്ടും എഴുതേണ്ടി വന്നു. അപ്പം വീണ്ടും കല്ലൊക്കെ ചെത്തി മിനുക്കി മോശ മുകളിൽ കയറി ചെന്ന് ദൈവത്തോട് കയ്യെ കാലെ പിടിച്ച് പിന്നെയും പറഞ്ഞു കൊടുത്ത് എഴുതുകയാണ്. എഴുതി മേടിക്കുന്ന ആ രംഗമാണ് നമുക്ക് വായിക്കാനുള്ളത് 34-ാം അധ്യായത്തിൽ കാണുന്നത്. അപ്പോൾ അങ്ങനെ ചെത്തി മിനുക്കിയ കൽപ്പലകളുമായിട്ട് മോശ സീനാമലയിൽ കയറുന്നു. ദൈവം മേഘത്തിൽ ഇറങ്ങി വരുന്നു. കർത്താവ് കാരുണ്യവാനാണ്, 1000 തലമുറകളോടും കരുണ കാണിക്കുന്നവനാണ് കൽപ്പന പാലിക്കുന്നവരോട്. പിന്നെ അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിച്ചേർത്തു അപ്പൻഡിക്സ് ആയിട്ട് തെറ്റ് ചെയ്യുന്നവരോട് 3-4 തലമുറ വരെ ശിക്ഷിക്കുമെന്നും പറഞ്ഞു. നമ്മുടെ ധ്യാന ഗുരുക്കന്മാർക്ക് ആ വാചകം മാത്രം മതി. എന്നതാണ്? 4 തലമുറ വരെ ശിക്ഷിക്കുമെന്നുള്ളത് മാത്രം. അതിന് മുൻപൊരു വാചകം കിടപ്പുണ്ട്, കൽപ്പന പാലിക്കുന്നവരോട് 1000 തലമുറ കരുണ കാണിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു 1000 തലമുറ അല്ലെങ്കിൽ 1000 തലമുറ മുമ്പ് നമ്മുടെ ഒരു വല്യപ്പൻ നിയമം പാലിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടും. അപ്പോൾ അതിനിടയ്ക്കെങ്ങാനും ഒരാൾ കൽപ്പന ലംഘിച്ചാലും 3-4 തലമുറയെ വരുമ്പോൾ ഇനി 3-4 കൂടെ ഗുണിച്ചാൽ പോലും ഇതെല്ലാം ലാപ്സായി ക്യാൻസലായി പോവുകയും ചെയ്യും. പക്ഷെ നമ്മുടെ ധ്യാന ഗുരുക്കന്മാർക്ക് ഇഷ്ടം ഈ പറയുന്ന 4 തലമുറ വരെ എന്നാണ്. അതിൻ്റെ കാരണം ഞാൻ ചിന്തിച്ചിട്ടുള്ളത്, എനിക്ക് തോന്നുന്നു 4 തലമുറ പുറകോട്ട് കണ്ടെത്താൻ പറ്റുകയില്ല. അപ്പം നമ്മളൊരു പ്രശ്നമായിട്ട് ചെല്ലുമ്പം പറയുകയാണ്, നിൻ്റെ വല്യപ്പൻ 4 തലമുറ മുമ്പ് റബ്ബർ വെട്ടുകാരൻ്റെ തൊഴിച്ചതുകൊണ്ടാണ് നിൻ്റെ ഈ കാലിന് വേദന എന്ന് പറയുന്നു. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഏത് പള്ളിയിൽ പോയാലും ഭരണങ്ങാനത്ത് പോയാൽ പോലും നമുക്ക് 2 തലമുറ വരെയൊക്കെ കണ്ടെത്താൻ പറ്റുമായിരിക്കും. 4 തലമുറ മുമ്പ് കണ്ടെത്തുക എന്നൊക്കെ പറയുന്നത് വേണേൽ ബാപ്റ്റിസം മാമോദിസ രജിസ്റ്റർ ചിലപ്പോൾ കാണും. അതുകൂടെ തന്നെ അറിയാൻ പറ്റും. തൊഴിച്ചോ എന്നുള്ളത് വെരിഫൈ ചെയ്യാനൊരു വഴിയില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ സേഫായിട്ടുള്ളൊരു നമ്പറാണത്. 4 തലമുറ മുമ്പ് നമ്മുടെ കാരണന്മാർ ചെയ്തതിൻ്റെ ശിക്ഷയാണ് ഇപ്പോൾ അനുഭവിക്കുന്നതെന്നൊക്കെ പലരും പറഞ്ഞ് ഉപജീവനം കഴിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നതാണ്. ദൈവം ഇങ്ങനെ പ്രത്യക്ഷപ്പെടുകയും ഇടപെടുകയും മനുഷ്യചരിത്രത്തിൽ ഇടപെടുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നവനാണ്. അത് പല വിധത്തിലാണ്. ഇവിടെ മേഘത്തിലാണ് ഇറങ്ങി വരുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ വരുന്നത് ദർശനത്തിലാണ്, സ്വപ്നത്തിലാണ്. അപ്പോൾ അങ്ങനെ ഓരോ കാലത്തും ദൈവം ഓരോ രീതിയിൽ ദൈവം ഇടപെടുന്നവനാണ്. ദൈവം സ്രഷ്ടാവ് മാത്രമല്ല, പരിപാലകനെന്ന് പറയുമ്പോൾ അങ്ങനെ ചരിത്രത്തിൽ ഇൻ്റർവീൻ ചെയ്ത് സാൽവിഫിക്കായിട്ട് ഇൻ്റർവീൻ ചെയ്യുന്നവനാണ്. അവൻ മനുഷ്യനോട് കൂടെയുണ്ട്, അവൻ്റെ കാര്യത്തിൽ തൽപരനാണ് എന്നുള്ള കാര്യം കാണിക്കുന്നതാണ്. അത് ആ ഇടപെടലെല്ലാം, ദൈവത്തിൻ്റെ ഇടപെടലുകളെല്ലാം ആ ഒരു എന്നതാണ്. പരിപാലകൻ കൂടിയാണ് ദൈവം, സൃഷ്ടിച്ചിട്ട് വിട്ടുപോയവനല്ല എന്നുള്ളത് സൂചിപ്പിക്കുന്നതാണ്. 2ാമത്തെ വായന സക്രിയ പ്രവാചകനിൽ നിന്നാണ്. 2-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങളാണ്. അവിടെ ആ 10-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. സക്രിയയുടെ പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം. അപ്പോൾ എന്താണ് അവിടെ പറയുന്നത്? ഞാൻ വന്ന് വസിക്കും. സക്രിയ പ്രവാചകൻ 2-ാം അധ്യായത്തിൽ ഇത് പറയുന്നു. 9-ാം അധ്യായത്തിൽ നമുക്കൊക്കെ പരിചിതമായ ഓശാനയ്ക്ക് നമ്മൾ വായിക്കുന്ന ഭാഗമുണ്ടല്ലോ. ഇതാ സിയോൻ പുത്രി ആഹ്ലാദിക്കുക, ഇതാ നിൻ്റെ രാജാവ് നിൻ്റെ പക്കലേക്ക് വരുന്നു, വിനീതനായിട്ടാണ് അവൻ വരുന്നത്. കഴുതപ്പുറത്ത് വരുന്ന കാര്യമൊക്കെ പറയുന്നത് 9-ാം അധ്യായം 9-ാം വാക്യത്തിലാണ്. ആ സക്രിയ തന്നെയാണ് പറയുന്നത്, ഇതാ ഞാൻ നിങ്ങളുടെ ഇടയിൽ വസിക്കും, ഇടയിൽ വസിക്കും, നിങ്ങളുടെ കൂടെ വസിക്കും. അമ്മനുവേൽ ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്ന, ഈ ഞായറാഴ്ച വായിക്കാൻ പോകുന്ന ആ ടെക്സ്റ്റിലാണ്
ഏശയ്യായുടെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ നിന്നുള്ള ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള അമ്മനുവേൽ എന്നവൻ അറിയപ്പെടും. അത് യഥാർത്ഥത്തിൽ അറിയപ്പെടുമെന്നേ ഉള്ളൂ, വിളിക്കപ്പെടുമെന്നല്ല. പേര് ഈശോ എന്നുള്ളതാണെന്ന് കൃത്യമായിട്ട് മറിയത്തോട് യോസേപ്പിനോടും പറയുന്നുണ്ട്. ഈശോ എന്നുള്ള പേര് തന്നെയാണ്. ഇതെടുത്തിട്ട് ഈ ഏശയ്യായുടെ പ്രവചനം ആണ് പൂർത്തിയായതെന്ന് നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരികയാണ്. സുവിശേഷം 1-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളാണ്. അവിടെ 21-22 വാക്യങ്ങൾ വായിക്കാം. മത്തായി 1-18 1-ാം അധ്യായം 21-22 വാക്യങ്ങൾ. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് ഈശോ എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ അവിടെ വായിക്കണം മുഴുവൻ പ്ലീസ്. അവിടെ വായിക്കാമോ? ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടുമെന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ഏശയ്യ 7:14 പ്രവാചകൻ ഇത് പറഞ്ഞിരിക്കുന്നത്, കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും എന്നുള്ളത്. അപ്പോൾ അത് പൂർത്തിയായതാണ് ഇവിടെ എന്ന് പറയാൻ അതായത് മത്തായിയുടെ ആ പ്രീ ഒക്യുപ്പേഷൻ ഞാൻ സൂചിപ്പിച്ചായിരുന്നല്ലോ. ഏത് കാര്യം പറയുമ്പോഴും യഹൂദർക്ക് എഴുതുന്നത് കൊണ്ട്, യഹൂദ ക്രൈസ്തവർക്ക് എഴുതുന്നത് കൊണ്ട് ആ ഒരു പിൻബലത്തോടു കൂടിയാണ് അവതരിപ്പിക്കുന്നതെല്ലാം, വിശ്വസനീയതയ്ക്ക് വേണ്ടി. അപ്പോൾ ഏശയ്യായിൽ എന്നുള്ള കാര്യം പറയുകയാണ്. അപ്പോൾ ഏശയ്യായിൽ പറഞ്ഞത് ദൈവം നമ്മോട് കൂടെ എന്നുള്ള ഈ 7-ാം അധ്യായം വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകും ദൈവം ഉപേക്ഷിച്ചിട്ടില്ല. അങ്ങനെ ദുഃഖിതരാകുന്ന ജനതയോട് പ്രവാചകൻ പറയുന്നതാണ് അവിടെ. ദൈവം നമ്മുടെ കൂടെയുണ്ട്, നമ്മളെ ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ളത് തെളിവായിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം മനുഷ്യർ അനുഭവിക്കും. അതുകൊണ്ട് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് പോലും എന്ത് പേരിടും? ദൈവം നമ്മുടെ കൂടെ അവനെ വിളിക്കും. ഇപ്പോൾ ജോൺ പോൾ മാർപ്പാപ്പ കോട്ടയത്ത് വന്ന കാലത്ത് ജനിച്ച കുഞ്ഞുങ്ങൾക്ക് പലർക്കും ജോൺ പോൾ എന്ന് പേരിട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ അന്നത്തെ ഒരു സന്തോഷമായിരുന്നു. എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ദൈവം കൂടെയുണ്ട് എന്ന് അതിൻ്റെ തെളിവായിട്ട് ആ പേരിൽ കുഞ്ഞുങ്ങൾ അറിയപ്പെടും അന്ന് ജനിക്കുന്നത്. അതായിരുന്നു പ്രവാചകൻ പറഞ്ഞത്. വിളിക്കപ്പെടും, അറിയപ്പെടുമെന്നാണ് അതിൻ്റെ. എന്ന് പറഞ്ഞാൽ വിളിക്കപ്പെടുമെന്നുള്ളതിന് അങ്ങനെ വിളിക്കപ്പെടും, അറിയപ്പെടും എന്ന് പറയുന്നതും പക്ഷേ വിളിക്കപ്പെടുന്നില്ലല്ലോ ഈശോ. അത് ഇപ്പോൾ എംബർ എമ്മാനുവേൽ എന്നുള്ള ആ ഗ്രൂപ്പ് പറയുന്നതും അതുകൊണ്ട് അത് തന്നെയാണ്. അവർ പറയുന്ന ആർഗ്യുമെൻ്റ് ഇതാണ്, ഈശോ നസറായനായ ഈശോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ദൈവം എന്ന് പറയുന്നയാൾ ഈ പറഞ്ഞ വാഗ്ദാനം പൂർത്തിയാക്കിയിട്ടില്ല. ഈശോയെ ആരും എമ്മാനുവേൽ എന്ന് വിളിച്ചില്ല, അതുകൊണ്ട് വരാൻ പോകുന്നതേ ഉള്ളൂ, അത് ചാലക്കുടിയിലാണ് വരുന്നതെന്നൊക്കെ ആണല്ലോ പറഞ്ഞിരുന്നത്. പക്ഷേ അപ്പോൾ അതുകൊണ്ടുകൂടി തന്നെയാണ് അറിയപ്പെടും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ശരിക്കുള്ളത്. ഹല്ലേലൂയ.